സംസ്ഥാനത്ത് തകർച്ചയിലേക്ക് കൂപ്പുകുത്തി സ്വകാര്യ ബസ് മേഖല. ഒരു കാലത്ത് വലിയ തൊഴിൽ സാധ്യതയായിരുന്ന സ്വകാര്യ ബസിനെ കട്ടപ്പുറത്താക്കിയതിൽ കോവിഡ് മുതൽ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ വരെയുണ്ട്. ബസ് നിരത്തിൽ ഓടിക്കാനുള്ള ചെലവ് അനുദിനം ഉയരുമ്പോൾ വരുമാനം കണ്ടെത്താനാവാതെ നട്ടം തിരികെയാണ് പല ബസ് ഉടമകളും. ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിൽ വികസനത്തിന്റെ ഡബിൾ ബെൽ മുഴക്കിയതിൽ സ്വകാര്യ ബസ്സുകളുടെ പങ്ക് വളരെ വലുതാണ്. KSRTC പോലെ തന്നെ സ്വകാര്യ ബസ്സുകളെ ഇഷ്ടപ്പെടുന്ന, അതിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ നമ്മൾ പേരെടുത്ത് വിളിച്ചിരുന്ന RKBയും ഗോപാലകൃഷ്ണനും വേണാടും ഗോമതിയും ശരണ്യയും അടക്കം ബസ്സുകൾ വലിയ പ്രതിസന്ധിയിലാണിപ്പോൾ. സ്വകാര്യ ബസ്സിനെ നേരിട്ടും പരോക്ഷമായും ആശ്രയിക്കുന്ന 6 മുതൽ 8 തൊഴിലാളികൾ ഉണ്ടാകും. 3 മാസം കൂടുമ്പോൾ ശരാശരി 38,000 രൂപ നികുതിയായി അടയ്ക്കണം. സർവീസ് നടത്താൻ പ്രതിദിനം 100 ലിറ്റർ ഡീസൽ അടിക്കേണ്ട ബസ്സിന് ആ ഇനത്തിൽ മാത്രം ചെലവ് 11,000. കൂടാതെ ഇൻഷുറൻസ് 90,000 മുതൽ 1,4 ലക്ഷം രൂപ വരെ. ബസ് ഡ്രൈവർക്ക് പ്രതിദിനം വേതനം 1,200. ത്രൈമാസ നികുതി, വാർഷികാടിസ്ഥാനത്തിലെ ഇൻഷുറൻസ് തുക എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു ദിവസം ഒരു സ്വകാര്യ ബസ് സർവീസ് നടത്തിയാൽ 7,000 രൂപയോളം സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തുന്നുണ്ട്. കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായം ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ കാലാകാലങ്ങളിൽ മാറി വന്നിട്ടുള്ള ഗവൺമെൻറ്റുകളാണ്. പുത്തൻ വണ്ടി കൊണ്ടുവന്ന് ഓടാൻ തുടങ്ങി കഴിയുമ്പോൾ 1 മാസമോ 6 മാസമോ കഴിയുമ്പോഴത്തേക്കും KSRTC ബസ്സുമായിട്ട് വന്നിട്ട് നിങ്ങൾ മാറിക്കണം, ഞങ്ങൾ ഓടും എന്ന് പറയുന്നു. മൊബൈലിൽ ഫോട്ടോ എടുക്കുക. മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് ആ വണ്ടിക്ക് ചെല്ലാൻ അതിൻ്റെ ഓണറോ അതിലെ ജീവനക്കാരോ ഡ്രൈവറോ ഒന്നും അറിയില്ല. മോട്ടോർ വാഹന ചട്ടത്തിൽ വന്ന മാറ്റങ്ങൾ മുതൽ ബസ് റൂട്ട് പെർമിറ്റുകൾ നൽകുന്നതിൽ കൊണ്ടുവന്ന വലിയ നിയന്ത്രണങ്ങൾ വരെ സ്വകാര്യ ബസ് മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. സ്ഥിര വരുമാനമില്ലാത്തവരും ഇരുചക്ര വാഹനം വാങ്ങാൻ കഴിയാത്തവരുമായ വലിയൊരു വിഭാഗം ജനങ്ങളാണ് പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിക്കുന്നത്. ഇതിൽ സ്ത്രീകളും വിദ്യാർത്ഥികളും പ്രായമായവരുമുണ്ട്. ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് ഈ സ്റ്റുഡൻസിൻ്റെ കൺസെഷൻ റേറ്റ് വർദ്ധന. കാരണം ഇത് 2004-05 കാലഘട്ടത്തിൽ 1 രൂപയായിട്ട് നിജപ്പെടുത്തിയിട്ട് ഇതുവരെ, അതായത് 25 വർഷം 20 വർഷം കഴിഞ്ഞു, ഇതുവരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇന്നൊരു നോട്ട്ബുക്ക് എത്ര രൂപയാണ്? 2005 എന്താണ്? ഒരു റബ്ബർ, ഇൻക്ലൂഡിങ് റബ്ബർ പോലും 1 രൂപയ്ക്ക് കിട്ടില്ല. പെൻസിൽ കിട്ടും 1 രൂപയ്ക്ക്, ഒന്നുമില്ല. എൻ്റെ ബസ്സിലൊരു 2013-14 15 വരെയൊക്കെ 2,000 യാത്രക്കാർ ഒരു ദിവസം യാത്ര ചെയ്യുകയാണ്. ഇന്നത് 800ആണ്. 15 വർഷം മുമ്പ് സംസ്ഥാനത്തുണ്ടായിരുന്നത് 32,000 സ്വകാര്യ ബസ്സുകളാണ്. ഇപ്പോൾ സർവീസ് നടത്തുന്നത് വെറും 8,000 മാത്രം. 503 പുതിയ ബസ് റൂട്ടുകൾ സർക്കാർ അനുവദിച്ചെങ്കിലും അതിനുവേണ്ടി ആരും അപേക്ഷ നൽകിയിട്ടില്ല. പുതിയ പെർമിറ്റിന് പുതിയ ബസ് തന്നെ വേണമെന്ന സർക്കാരിൻ്റെ കടുംപിടുത്തമാണ് പ്രശ്നം. കാലാവധി കഴിഞ്ഞ ബസ് മാറ്റിയാൽ ഓടിക്കൊണ്ടിരുന്ന അതേ റൂട്ടിൽ ഓടാൻ പുതിയ ബസ് വേണമെന്നാണ് സർക്കാർ ചട്ടം. ലക്ഷങ്ങൾ മുടക്കി ബസ് ഇറക്കുന്നത് നഷ്ടക്കച്ചവടമാണെന്ന് ഉടമകൾക്കറിയാം. അതുകൊണ്ടാണ് പെർമിറ്റുകൾക്ക് ആരും അപേക്ഷിക്കാത്തത്. കാലത്തിനനുസരിച്ച് മാറുന്ന ഫ്ലെക്സിബിളായ ടിക്കറ്റിങ്ങും റൂട്ട് പ്ലാനിങ്ങിനുള്ള സ്വാതന്ത്ര്യവും നൽകി കഴിഞ്ഞാൽ നമ്മുടെ സ്വകാര്യ ബസ് വ്യവസായത്തിന് നല്ല ഭാവിയുണ്ട്. അത് ഗതാഗത വകുപ്പ് തിരിച്ചറിയണമെന്ന് മാത്രം. സജീവ്കുമാറിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.